ഹായ്, അപ്പം ഞങ്ങളുടെ 9th ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഏതാണ്ട് ഒരു 6:30 AM ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത രാജ്യമായ ബോസ്നിയയിലേക്ക് പോവുകയാണ്. ബോസ്നിയയിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സർജേവോ എന്നെന്തോണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടാണ് ഇനി ഇവിടെ സ്ട്രെയിറ്റ് പോകുന്നത്. സെയിം ഇന്നലത്തെ പോലെ തന്നെ ഒരു 5-6 hours ഡ്രൈവ് ഉണ്ട് അവിടെ ചെല്ലാനായിട്ട്. ചോദിച്ചേട്ടാ, അപ്പോൾ ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ ഷോജേട്ടാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ശകലം നേരത്തേക്ക് ഇൻട്രാക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടൗണിൽ കൂടെയുള്ള യാത്രയാണ്. ടൗണിൽ നിന്ന് ഞങ്ങൾ ഇച്ചിരി മാറി കേട്ടോ, ബേസിക്കലി ഇച്ചിരി ഔട്ട് സൈഡിലേക്ക് വന്നു. ഇവിടെ കാര്യമായിട്ട് എന്തോ പണിയിലാണ്, അധ്വാനത്തിലാണ്. പുള്ളിയാണ് മാത്തമാറ്റിക്സ് ഞങ്ങളുടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ മാത്തമാറ്റിക്സ് ഞങ്ങൾ ചെറുക്കനെ ചോദ്യം ചെയ്യും. അതെ, ടൂർ ഓപ്പറേറ്റർ, പിന്നെ കണക്കൻ, മാത്തമാറ്റിക്സ്, അക്കൗണ്ടന്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അങ്ങനെ എല്ലാവിധ ജോലികളും പുള്ളിയാണ് ചെയ്യുന്നത്. സോ ബോസ്മാൻ ആണ് ഞങ്ങളുടെ ബോസ്മാൻ. അപ്പം ഇത് റജിബായി അവിടെ സൈഡിൽ ഇരിക്കുന്നത്, ഞാനൊന്ന് ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. വണ്ടികളൊക്കെ നല്ല രാവിലെ 6:30 കഴിഞ്ഞ് 6:45 ആകുന്നതേ ഉള്ളൂ. നല്ല തിരക്കാണ് റോഡൊക്കെ. ഇവിടെ ഉണ്ടല്ലോ കൊണ്ട് വണ്ടിയുടെ സ്ക്രീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളവും നമുക്ക് UK-ലൊന്നും കാണാൻ പറ്റുന്ന സംഭവങ്ങളല്ല. അപ്പോൾ നാട്ടിലും ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പം ഇതനുസരിച്ച് ഇത് സിസ്റ്റം വരുമ്പോൾ അറിയത്തില്ല. എന്താ നമ്മുടെ വിൻഡ് സ്ക്രീൻ ക്ലീൻ ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതൊരു ബോർഡറാണ് നമ്മുടെ ഇവിടുത്തെ. ബോസ്നിയയും ഹംഗറിയും കൂടിയുള്ളൊരു ബോർഡറാണ്. അപ്പം ബോസ്നിയയിലേക്ക് നമ്മൾ കയറുകയാണിത്. ചെറിയൊരു ബോർഡറാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടിട്ടുണ്ട്, പക്ഷേ അവിടെ ആരെയും കാണുന്നില്ല. അവിടെ കാണാൻ വയ്ക്കുന്നത് അല്ലേ? റൈറ്റ്. നമുക്ക് ഫ്രീ പാസേജ്, ബ്രിട്ടീഷിന്റെ പതാകയല്ലേ? ബ്രിട്ടീഷ് പതാകയിൽ ഫ്രീ പാസേജ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫ്രീ പാസേജ്. അങ്ങനെ 10:30 ആയപ്പോൾ ഞങ്ങൾ സ്ഥലം ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ തോതിൽ ലഘുവായിട്ട് കഴിച്ചു. കിട്ടിയത് കൊണ്ട് ഓണം പോലെ കഴിച്ചു. അതെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോരോ കഴിച്ചു. എല്ലാവരും ഹാപ്പിയായോ? റോയേ, അല്ല റജിബായിയെ, എങ്ങനെയുണ്ടായിരുന്നു? നോട്ട് ഹാപ്പി. എന്താ പറയാ, നമ്മളിപ്പോ പോകുന്നിടത്തേ പട്ടിണിയും പരിപാടിയൊക്കെ കിടക്കണം, അതിനൊക്കെ പോണം, കഴിഞ്ഞു പോണം. അല്ലാതെ ഇത് ഫുഡ് മാത്രം പോകുന്നത്. പിന്നെ ഫുഡ് വേണ്ടേ? മരുന്ന് കഴിക്കണ്ടേ? കൊളസ്ട്രോളിന്റെ, ഷുഗറിന്റെ, വാദത്തിന്റെ, പിത്തത്തിന്റെ ഒക്കെ മരുന്ന് കഴിക്കണ്ടേ? എനിക്കൊരു കോഴ്സിന്റെ കാപ്പി, ഞാൻ ഹാപ്പിയാ. ഞാൻ ഡയറ്റാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഞാൻ ഫുഡ് ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും വായിലിടുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് ചിന്ത. അത് നമ്മൾ രണ്ടും മാത്രമേ ഡയറ്റുള്ളൂ. ഞാൻ ചോദിച്ചാൽ മാത്രമേ ഡയറ്റുള്ളൂ. രജി വിശന്നാൽ കൈ ഉറക്കും. രജി ഇന്ന് വിശന്നായിരുന്നോ ശരിക്കും? കൈ ചോദിക്കരുത്. ഇന്ന് രജി ശരിക്കും വിശന്നു തോന്നുന്നു അല്ലേ? ആരല്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് പരിഹരിക്കാം കേട്ടോ. ബോസ്നിയയില്ല, ബോസ്നിയയിൽ നെറ്റില്ല. ഞങ്ങളുടെ കോൺട്രാക്റ്റിൽ ബോസ്നിയയിൽ നെറ്റില്ല. അപ്പോൾ അത് പണിയാവും. സാരമില്ല, നമുക്ക് എന്തെങ്കിലും ഒപ്പിക്കാം. അപ്പം നമ്മളിത് ബോസ്നിയയുടെ ബോർഡർ കടന്നു. ഇവിടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു. നമ്മുടെ ഹംഗറിയുടെ പാസ്പോർട്ട്, അവിടുത്തെ എക്സിറ്റ് ചെക്ക് ചെയ്തു. ബോസ്നിയ കയറിപ്പം സീലടിച്ചു. അങ്ങനെ ഒരു നല്ല ചെക്കിങ്, വണ്ടിയെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ അത് ഇവരെല്ലാം ബോർഡർ കടക്കാൻ കിടക്കുന്ന ലോറിക്കാരാണ്. ട്രക്കുകാർ ഇഷ്ടംപോലെ കിലോമീറ്റേഴ്സ് ട്രക്ക് ഇങ്ങനെ ക്യൂ കിടക്കുവാണ്. ക്ലിയറൻസിന് വേണ്ടി കിടന്നായിരിക്കും. പക്ഷെ അത് ഒരു സൈഡാണല്ലോ, മറ്റേ കാറൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ കാറൊക്കെ കയറി പോലും അല്ലേ, ലോറി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ക്യൂ കിടക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എങ്ങോട്ട് പോവാണ്, എവിടെ പോവാണ്, ഏത് കൺട്രിയിലേക്കാണ് എന്നൊക്കെ ചോദിച്ചു.
വണ്ടി ബൂട്ട് തുറന്ന് ചെക്ക് ചെയ്തു. പിന്നെ ഞങ്ങളുടെ അരിയും ചമ്മന്തിയും എന്നാ പറയുക കപ്പയിറച്ചിയും ചക്കപ്പഴം കണ്ടപ്പോൾ അവർ പറഞ്ഞു പൊക്കളാൻ പറഞ്ഞു. ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഞാൻ നല്ല പ്രാവീണ്യം അല്ല, ഇംഗ്ലീഷല്ല, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പറഞ്ഞു നോ പ്രോബ്ലം, സംസാരിച്ച് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തു. ഇവരൊക്കെ ഞെട്ടിത്തെറിച്ചിരുന്നു ഞാൻ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളൂ. റെഡ് കണ്ട സ്റ്റോപ്പ് നടത്താം കേട്ടോ. ഞാൻ അടുത്ത വീണ്ടും ടോളാണ്. ഇവിടെ ടോളാണ് ഏറ്റവും മുട്ടിന് ടോളാണ്. ഇഷ്ടം പോലെ ടോള് കൊടുത്ത് അങ്ങ് പോവുക, ചോദിച്ച് പോവുക. ബൊസാനിയ താഴ്വരയിൽ ഏതാണ്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പല കാഴ്ചകൾ കഴിഞ്ഞു പോയ 2-3 രാജ്യങ്ങളെ വെച്ച് നോക്കി കഴിയുമ്പോൾ അവിടെയെല്ലാം അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് അടുക്കുന്തോറും, ഈ ബൊസാനിയയിലേക്ക് അടുക്കുന്തോറും അമ്പര ചുംബികളായ മലനിരക്കുകളാണ് ഇവിടെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. എത്ര മനോഹരമാണിതെല്ലാം. ലോകമെന്ന ഈ തീരാ രാജ്യങ്ങളിൽ എവിടെ നോക്കിയാലും എല്ലാത്തിനും വ്യത്യസ്തത ഉണ്ട് എന്ന് പറയുന്നത് എത്ര സത്യമാണ്. അവിടെ നോക്കി ആ മലകളിൽക്കുള്ളിൽ അതിനുള്ളിലും ഓരോ വീടുകൾ, ചെറിയ വീടുകൾ, കുടിലുകൾ അല്ലെങ്കിൽ ചെറിയ വീടുകൾ. നമ്മൾ കണ്ടിട്ടുള്ള വലിയ വീടുകൾ, കൊട്ടാരങ്ങളൊന്നുമല്ല ഇവിടെയൊക്കെ ഉള്ളൂ. ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ചെറിയ വീടുകൾ. എത്ര ഭംഗിയായിട്ടാണ് അവരത് വീടിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച്, ഭൂമിയുടെ ശൈലി അനുസരിച്ച് തന്നെ അവരെ കെട്ടിടങ്ങൾ പണിത് വെച്ചിരിക്കുകയാണ്. അല്ലാണ്ട് മലകൾ നിരത്തിയും വഴികൾ ശൈലി അനുസരിച്ച് അവനവൻ്റെ സൗകര്യത്തിന് മാറ്റി ഒന്നുമല്ല. ആ ഭൂമി എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവിടെയുള്ള വീടുകളെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ നമുക്കൊരു മാതൃകയല്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ബൊസാനിയ താമസിയാതെ എത്തും. ഞങ്ങൾക്ക് ഇനിയൊരു ടൗണിലേക്ക്, നമ്മുടെ ടൗണിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇതിന് ക്യാപിറ്റൽ സിറ്റിയായ അല്ലെങ്കിൽ നഗരമായ സരജെവോയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇനി 10-50 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. കിലോമീറ്റർ മാത്രം. ക്യാപിറ്റൽ സിറ്റിയായ സർജാവോയിലെത്തി. സർജാവോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മതസൗഹാർദ്ദ രാജ്യമാണെന്ന് പറയാം. ഇവിടെ ക്രിസ്തു മതമുണ്ട്, മുസ്ലിം മതമുണ്ട്, പിന്നെ യൂതമതമുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ ജെറുസലം എന്നാണ് ഈ രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇന്ന് ഞങ്ങളിവിടെ സേഫായിട്ട് എത്തിച്ചേർന്നു. ഏതാണ്ട് 5-6 ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഞങ്ങൾ ബ്രേക്കെല്ലാം കൂട്ടി 7 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ എത്തി. ഇനി ഞങ്ങൾക്ക് റെസ്റ്റാണ്. ഇപ്പം സമയം ഇവിടെ 2:30, ഉച്ചയ്ക്ക് 2:30 ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു, പക്ഷെ ലഞ്ച് കഴിച്ചില്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ആദ്യമാണ് ഞങ്ങൾ അപ്പാർട്ട്മെന്റ്, നല്ല രസമുള്ള അപ്പാർട്ട്മെന്റ്, അത് നല്ല രസമാണ്. അതുകൊണ്ടാണ് വീടിനകത്ത് വെച്ച് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. നല്ല കിച്ചണൊക്കെ നമ്മുടെ നാടൻ സ്റ്റൈലിലൊരു വീട്. ശരിക്കും നമ്മുടെ കേരളത്തിലെ വീട് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള വീടും പരിസരവുമാണ് ഇവിടെ. അമ്പര ചുംബികളൊന്നുമില്ലാത്ത, അമ്പര ചുംബികളായ മലനിരക്കുകൾക്കിടയിലുള്ളൊരു വീടാണ് ഇത്. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ടൗൺ ചുറ്റുവട്ടമാണിത്. നല്ല രസമാണ് കാണാനൊക്കെ ആണെങ്കിലും. ചെറിയ വഴികള് പോകുന്ന വഴിക്ക് ശരിക്കും നമ്മൾ കൂത്താട്ടോളത്ത്, എൻ്റെ നാടായ കൂത്താട്ടോളത്ത് അടുത്ത് ഉദുവേജ് ചെന്ന മാതിരിയുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ആ ചെറിയ ടൗണിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വണ്ടി നിർത്തിയിരിക്കുന്നതും വണ്ടിയും വഴികളും വീടുകളും കൂത്താട്ടോളം ടൗൺ പോലെയും ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് സർജാവോ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയാണ്. അതിൻ്റെ ബസ് സ്റ്റാൻഡ്, ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. എൻ്റെ കയ്യിൽ സാധനങ്ങളുള്ളതുകൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. I'm trying my level best. Yes. അങ്ങനെ കാണാനാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. കൊച്ചു ടൗണ്, ഒരു ക്യാപിറ്റലാണെന്ന് കരുതി വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അത്രയും സംഭവമേ ഉള്ളൂ. ശാന്തമായ സുന്ദരമായ ഒരു
സ്ഥലം എന്ന് പറയാം. ഇന്നൊരൽപ്പം സാൽമൺ ഫ്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് കുക്ക് ചെയ്യാണ് വൈകിട്ടത്തെ ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ സാൽമൺ ഫ്രൈ. അപ്പൊ ബിസാറേ വൈകിട്ട് തന്നെ പരിപാടി? വൈകിട്ട് ശകലം റൈസും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നമ്മൾ വെളിയിലായിരുന്നല്ലോ. നമുക്ക് നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി താമസിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് റെസ്റ്റോറൻറ്റിൽ ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തു, സാൽമൺ ഫ്രൈ ചെയ്തു, മോര് കറി ആക്കാമെന്ന് വിചാരിച്ചു. എളുപ്പമുണ്ടല്ലോ മോര് കറി. പിന്നെ ശകലം മുട്ട ബുജ്ജിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തെക്കൻസിൻ്റെ കുത്തിരിയുണ്ട്, നല്ല മുട്ട റൈസ്. അതിട്ട് ഒന്ന് ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അച്ചാറുണ്ട്. ഭുജിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു. ഭുജിയ അടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഒന്ന് സെറ്റാക്കിയാൽ മതി. അപ്പം നമുക്ക് ശരിക്കും ഉണ്ടല്ലോ കിട്ടിയ അപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നത് ഇവിടെ സാധനങ്ങളൊന്നും നേരത്തെ ആരും താമസിച്ചിട്ടില്ല തോന്നുന്നു. പുതിയ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ എല്ലാം സീല് പൊട്ടിച്ചാൽ നമ്മൾ തവി എപ്പോഴും എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാം റെഡിയാക്കും വൈകിട്ടത്തേക്ക്. ഓക്കെ, വൈകിട്ട് ഡ്രിങ്ക് ഒന്നും ഇല്ല? വൈകിട്ട് ഡ്രിങ്ക് ഒന്നും, നോ ഡ്രിങ്ക്, ഓൺലി സ്പ്രൈറ്റ് ഉണ്ട്, വേണ്ടവർക്ക് വെള്ളമുണ്ട്, അതൊക്കെ നോ ആൽക്കഹോൾ. ആൽക്കഹോൾ ഞങ്ങൾ നോയമ്പ് പിടിച്ചു. ഇനി ചെറുതായിട്ടുള്ള ബീറൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോയമ്പിന് ശേഷമാണ് നോയമ്പ് പിടിക്കുന്നത് അല്ലേ? നോയമ്പിന് ശേഷം നമ്മൾ നോയമ്പ് പിടിക്കുക. കാരണം നമുക്ക് വെളുപ്പിനൊക്കെ 5 മണിക്കും 6 മണിക്കൊക്കെ എണീറ്റ് നമുക്ക് യാത്ര ചെയ്ത് വരാം. അപ്പോൾ നമുക്ക് കള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാവും, വിഷമാവും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കാണ് എന്ന് വിചാരിച്ച് ഫുൾ ടൈം കള്ളില്ല എന്നല്ല. ഇടയ്ക്ക് ഒരു ബീർ മേടിക്കും. വൈകുന്നേരം ചിലപ്പോൾ ഒരു ബീർ പുറത്ത് പോകുവാണെങ്കിൽ, ഇനിയിപ്പം പുറത്തല്ല മഴയാണ്, അപ്പോൾ മഴയൊന്ന് തോരുവാണെങ്കിൽ ചില നേരത്തേക്ക് നമ്മൾ എല്ലാം കുക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് പുറത്തേക്ക് വോക്കിന് പോകുമ്പോൾ ചീട്ടുകളി വല്ലതും ഉണ്ടോ വൈകിട്ട്? വൈകിട്ട് പറ്റുവാണെങ്കിൽ ശാലം ചീട്ട് കളിക്കുക, ശാലം 28 കളിക്കുക സമയമുണ്ടെങ്കിൽ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പുറത്തിറങ്ങി മഴ മാറുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. ഓക്കെ ബി സാറേ, നിങ്ങളുടെ ഈ നല്ല മനസ്സിന്, ബാക്കിയുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ നല്ല മനസ്സിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു.